തലച്ചോറും ശ്വാസകോശവുമില്ല. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ ആന്തരികാവയവങ്ങൾ കാണാനില്ല. അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുടുംബം. വെനസ്വേലയിൽ ഹൃദയാഘാതം മൂലം മരിച്ചെന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ നാവികൻ രാകേഷ് ചൗഹാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ ആന്തരികാവയവങ്ങൾ കാണാനില്ലെന്ന് പരാതി. തലച്ചോറ്, ഹൃദയം, ശ്വാസകോശങ്ങൾ അടക്കമുള്ള പ്രധാന അവയവങ്ങളൊന്നും ശരീരത്തിലില്ലെന്നാണ് ഉത്തർപ്രദേശ് ദേവരിയ സ്വദേശിയായ രാകേഷിന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇതോടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഫെഡറേഷൻ ഓഫ് സീഫെറേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സംഘടനയുടെ ആവശ്യം. വെനസ്വേലയിൽ നിന്നും കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ മറ്റു വിവരങ്ങളോ നൽകാതെയാണ് മൃതദേഹം നാട്ടിലേക്ക് അയച്ചതെന്ന് സീഫെറേഴ്സ് യൂണിയൻ തങ്ങളുടെ എക്സ് അക്കൗണ്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടത്തിലാണ് ശരീരത്തിൽ ഒരു അവയവം പോലും ഇല്ലെന്ന വിവരം പുറത്തു വന്നത്. തലച്ചോറ്, ഹൃദയം, 2 ശ്വാസകോശങ്ങൾ, കരൾ, വൃക്കകൾ, ആമാശയം, കുടൽ, ശ്വാസനാളം എന്നിവയെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്ത നിലയിലായിരുന്നു. കഴുത്ത് മുതൽ അടിവേർ വരെ 22 തുന്നലുകളും ഒരു ചെവിയിൽ നിന്നും അടുത്ത ചെവി വരെ തലയ്ക്ക് പിന്നിലായി 21 തുന്നലുകളും ഉണ്ടായിരുന്നു. ശരീരത്തിൽ മറ്റ് പരിക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. പ്രധാന അവയവങ്ങളൊന്നും ഇല്ലാത്തതിനാൽ കാരണം കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. 1 മാസത്തോളമായി മൃതദേഹം ഡീപ് ഫ്രീസറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. 2025 നവംബറിലാണ് രാകേഷ് ചൗഹാൻ എക്സ്ഫിനിറ്റി എന്ന കമ്പനി വഴി മർച്ചന്റ് നേവി കപ്പലിൽ ജോലിക്ക് കയറിയത്. മെയ് മാസത്തിൽ രാകേഷിന് കപ്പലിൽ വീണ് പരിക്കേറ്റെന്നും ചികിത്സയിലാണെന്നും പിന്നീട് മരണം സംഭവിച്ചെന്നുമാണ് കമ്പനി കുടുംബത്തെ അറിയിച്ചത്. കപ്പലിൽ വീണുണ്ടായ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നായിരുന്നു കമ്പനിയുടെ പ്രാഥമിക വിശദീകരണം. എന്നാൽ 1 മാസത്തിനു ശേഷം ജൂൺ 4-നാണ് മൃതദേഹം എത്തിച്ചത്. ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പ്രാദേശിക ഡോക്ടർമാർ വിസമ്മതിച്ചെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിന്റെ പ്രത്യേക ഉത്തരവിലൂടെ നടത്തിയ പരിശോധനയിലാണ് അവയവങ്ങൾ മാറ്റിയ ഞെട്ടിക്കുന്ന വിവരം പുറത്തറിഞ്ഞത്. മരണകാരണത്തെക്കുറിച്ചോ അവയവങ്ങൾ മാറ്റിയതിനെക്കുറിച്ചോ വെനസ്വേലൻ അധികൃതരോ കമ്പനിയോ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഇന്ത്യൻ നാവികർ വിദേശങ്ങളിൽ ഇരകളാക്കപ്പെടുകയാണെന്നും വെനസ്വേലയിലെ ഇന്ത്യൻ എംബസി അടിയന്തരമായി ഇടപെട്ട് കുടുംബത്തിന് നീതിയും നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും ഫെഡറേഷൻ ഓഫ് സീഫെറേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ അവകാശപ്പെടുന്നു. 33-കാരനായ രാകേഷ് ചൗഹാൻ മുംബൈയിലാണ് താമസിച്ചിരുന്നത്. ഭാര്യ, 6 മാസം പ്രായമുള്ള മകൻ, അച്ഛൻ, സഹോദരൻ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഉത്തർപ്രദേശിലെ ദിയോറിയ ജില്ലയിൽ നിന്നുള്ള കുടുംബമാണിത്. 2025 നവംബറിൽ മർച്ചന്റ് നേവിയിൽ ചേർന്ന അദ്ദേഹം വെനസ്വേലയിൽ മറൈൻ ഫിറ്ററായി ജോലി ചെയ്തിരുന്നു. മെയ് 7-ന് പിതാവ് രാംദേവ് ചൗഹാന് മകൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഒരു കോൾ ലഭിച്ചു. 33-കാരനായ ആൾ കടയിൽ വീണു പരിക്കേറ്റതായി അറിയിച്ചു. പിറ്റേന്ന് അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്നും അതിജീവിക്കാൻ 5% സാധ്യത മാത്രമേ ഉള്ളൂവെന്നും കുടുംബത്തോട് പറഞ്ഞു. അന്ന് വൈകുന്നേരം രാകേഷ് മരിച്ചതായി കമ്പനി കുടുംബത്തെ അറിയിച്ചു. തലകറക്കം മൂലം അദ്ദേഹം വീണുവെന്നും ഗുരുതരമായി പരിക്കേറ്റുവെന്നും ചികിത്സയിലിരിക്കെ മരണമടഞ്ഞുവെന്നും കമ്പനി ആരോപിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ കാണാതായത് കുടുംബാംഗങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. എക്സിനെ കുറിച്ചുള്ള ഒരു നീണ്ട പ്രസ്താവനയിൽ FSUI രാകേഷ് ചൗഹാന്റെ പൂർണ്ണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെനസ്വേലയിൽ അദ്ദേഹത്തിന്റെ കേസ് കൈകാര്യം ചെയ്തതിലെ നിരവധി അസ്വസ്ഥതയുണ്ടാക്കുന്ന ക്രമക്കേടുകളെ കുറിച്ചുള്ള അടിയന്തര വിശദീകരണവും ആവശ്യപ്പെട്ടു. ഉത്തരം ആവശ്യമുള്ള ഗുരുതരമായ ചില ചോദ്യങ്ങളുണ്ട്. കുടുംബത്തെ അറിയിക്കാതെയോ അവരുടെ സമ്മതം തേടാതെയോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും സുപ്രധാന അവയവങ്ങൾ നീക്കം ചെയ്തത് എന്തുകൊണ്ട്? ഇന്ത്യയിൽ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നതുവരെ കുടുംബം ഇരുട്ടിൽ തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ട്? മൃതദേഹത്തിന്റെ രസീത് വ്യാജമായിരുന്നു. രഞ്ജന ചൗരസ്യ എന്നതിന് പകരം അഞ്ജന ചൗരസ്യ എന്ന പേരിൽ ഒപ്പിട്ടതാണ്. തൊഴിൽ കരാറിൽ പരാമർശിച്ചിരിക്കുന്ന കപ്പലിന്റെ പേര് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ നിയമിച്ച കപ്പലുമായി പൊരുത്തപ്പെടുന്നില്ല. ഈ പൊരുത്തക്കേടുകൾ ഗുരുതരമായ സംശയങ്ങളും മറച്ചുവെക്കലിനുള്ള സാധ്യതയും ഉയർത്തുന്നുണ്ട്. എന്താണ് മറച്ചുവെക്കുന്നത്? വെനസ്വേലയിലെ ഇന്ത്യൻ എംബസിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും അടിയന്തരമായി ഇടപെടുകയും ചെയ്യണമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. രാകേഷിന്റെ മൃതദേഹം ഇന്ത്യയിലെത്തിയ ശേഷം ഒരു സംഘം ഡോക്ടർമാർ അത് പരിശോധിച്ചു. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നെന്ന് ചൂണ്ടിക്കാട്ടി അവർ അത് നടത്തിയില്ല. വിദേശത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയതായി രാകേഷിന്റെ കമ്പനി തങ്ങളെ അറിയിച്ചിട്ടില്ലെന്ന് അവകാശപ്പെട്ടതിനാൽ ഇത് കുടുംബത്തെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. ദിയോറിയ ജില്ലാ മജിസ്ട്രേറ്റ് മധുസൂദൻ ഹൽഗിയുടെ നിർദ്ദേശപ്രകാരം രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം നടത്തി. കുടുംബം പറയുന്നതനുസരിച്ച് രാകേഷിന്റെ എല്ലാ ആന്തരിക അവയവങ്ങളും നഷ്ടപ്പെട്ടതായി ഡോക്ടർമാർ കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയിൽ ആന്തരിക അവയവങ്ങളൊന്നും തന്നെ അവശേഷിച്ചിട്ടില്ലാത്തതിനാൽ മരണകാരണം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല. ദിയോറിയയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് ഇന്ത്യ ടുഡേ ആക്സസ് ചെയ്തു. അദ്ദേഹത്തിന്റെ തലച്ചോറ്, ഹൃദയം, പ്ലീഹ, കരൾ, പാൻക്രിയാസിസ്, പിത്താശയം, 2 വൃക്കകൾ, ശ്വാസകോശം, കുടൽ, കൊറോണറി ധമനികൾ, മൂത്രാശയം തുടങ്ങിയ മറ്റ് അവയവങ്ങൾ നഷ്ടപ്പെട്ടതായാണ് കണ്ടെത്തിയത്. കൂടാതെ കഴുത്ത് മുതൽ പൊതുസ്ഥലം വരെയുള്ള ഇടത് മുതൽ വലത് ചെവി വരെയും ശരീരത്തിൽ 22 തുന്നലുകൾ കണ്ടെത്തി. കമ്പനി
നിർണായക വിവരങ്ങൾ മറച്ചുവെച്ചതായി കുടുംബം ആരോപിച്ചു. രാകേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. സാമ്പത്തിക നഷ്ടപരിഹാരവും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാകേഷിന്റെ അമ്മ കോവിഡ് ബാധിച്ച് മരിച്ചു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിൽ വെനസ്വേലയിലേക്കുള്ള യാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ കുടുംബം ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചു. ഭാര്യ രഞ്ജന നിലവിൽ മകനോടൊപ്പം മാതാപിതാക്കളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവർ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.